നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ മാസം 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെ വിവിധ പഞ്ചായത്ത് റാലികളിൽ പങ്കെടുത്ത് സംസാരിക്കും. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഈ കഴിഞ്ഞ ദിവസം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ആവേശത്തിരയിളക്കമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അത്ര കണ്ട് ആവേശമാണ് അണികളിൽ അവിടെ ജനങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും അടുത്ത ഡേറ്റുകൾ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിലേക്ക് എത്തുന്നു. എവിടെയാണ്, എന്താണ് ഇപ്പോൾ അവിടെ നിലവിലത്തെ ആവേശം? സിന്ധൂരെ, നിലമ്പൂരിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആകെ ആവേശം പകരുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തിയപ്പോൾ 10,000ങ്ങളാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിനൊക്കെ വേണ്ടി എത്തിച്ചേർന്നത്. വളരെ ആവേശകരമായ പ്രസംഗമായിരുന്നു അദ്ദേഹം അന്ന് നടത്തിയത്. അതിൻ്റെ ഒരു അലയൊലികൾ ഇപ്പോഴും മണ്ഡലത്തിൽ മാറിയിട്ടില്ല. അപ്പോൾ വീണ്ടും പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. ഈ മാസം 13, 14, 15 തീയതികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വലിയ റാലികൾ പഞ്ചായത്ത് തലങ്ങളിൽ നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 13 വൈകുന്നേരം 4 മണിക്ക് ചുങ്കത്തറയിലും 5 മണിക്ക് മുത്തേടത്തും ഇങ്ങനെ 2 പരിപാടികളാണ് 13-ാം തീയതി. 14-ന് 4 മണിക്ക് വഴിക്കടവിലും 5 മണിക്ക് എടക്കരയിലും നടക്കുന്ന റാലികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 15-ന് 3 പരിപാടികളുണ്ട്, 3 സമ്മേളനങ്ങളുണ്ട്. രാവിലെ 9 മണിക്ക് പോത്തുകല്ല്, വൈകുന്നേരം 4 മണിക്ക് കരുളായി, 5 മണിക്ക് അമരമ്പലം എന്നീ പഞ്ചായത്ത് റാലികളിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ കൺവെൻഷനുകൾക്കകത്ത്, ഈ റാലികൾക്കകത്ത്, തെരഞ്ഞെടുപ്പ് റാലികളാണ്, റാലികൾക്കകത്ത് നിരവധി ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വലിയ രീതിയിലുള്ള ആവേശം മുഖ്യമന്ത്രി എത്തുന്നു എന്നറിയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആവേശമാണ്. പൊതുവിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തന്നെ LDF വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വരാജിന്റെ സ്ഥാനാർത്ഥി പര്യടനം ഓരോ പഞ്ചായത്തുകളിലായി നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനസഞ്ചയം സ്വരാജിനെ കാണുന്നതിന് വേണ്ടി, സ്വരാജിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ആ ഒരു ആവേശം മൂർധന്യത്തിലെത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പര്യടനവും നിശ്ചയിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ വാഗ്വാദങ്ങളും അവിടെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെല്ലാമുള്ള ഒരു ഉത്തരവും മറുപടികളും പ്രതികരണങ്ങളും ഒക്കെ ആകുമല്ലോ 13, 14, 15 തീയതികളിൽ നിലമ്പൂരിനെ കാത്തിരിക്കുന്നതല്ലേ? സ്വാഭാവികമായും, കാരണം നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ UDFന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളൊക്കെ കേരളത്തിലാകെ വലിയ ചർച്ചയായിട്ടുണ്ട്. പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തിലധികം സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് സർക്കാർ പെൻഷൻ നൽകുന്നു. ഇതിനെ കൈക്കൂലി എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്, അങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ പ്രസംഗിച്ചത്. ഇതിനെതിരെ ശക്തമായ ജനവികാരം മണ്ഡലത്തിൽ എല്ലാ ഭാഗത്തുമുണ്ട്. മണ്ഡലത്തിൽ മാത്രമല്ല, കേരളമെമ്പാടുമുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമകരമായ പദ്ധതിയാണ് ഈ പെൻഷൻ വിതരണം. ഇതിനെയാണ് അധിക്ഷേപിച്ചുകൊണ്ട് KC വേണുഗോപാൽ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വഴിക്കടവ് പഞ്ചായത്തിൽ, ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് കടുത്ത BJPയുടെ പ്രവർത്തകരെ, BJPയുടെ നേതാവായ അഡ്വക്കേറ്റിനെ നിയമിച്ചതുൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ മണ്ഡലത്തിൽ തന്നെയുണ്ട്. കൂടാതെ മണ്ഡലത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു, ഇവിടെ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, ഈ മലയോര മേഖലയിൽ നടത്തിയ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഏതാണ്ട് 2000 കോടിയോളം രൂപയുടെ പദ്ധതികളാണ്, വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയത്. അതെല്ലാം ഈ നാടിൻ്റെ സമഗ്ര മേഖലയിലും ആ മാറ്റങ്ങൾ പ്രകടമാണ്. റോഡുകളായാലും, അതോടൊപ്പം തന്നെ ആശുപത്രി കെട്ടിടങ്ങളായാലും, സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും, എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള വികസനം ഈ നാട്ടിൽ, കേരളമെമ്പാടും വലിയ വികസന കുതിപ്പിലാണ്. അതിൻ്റെ അനുബന്ധമായി നിലമ്പൂർ മണ്ഡലത്തിൽ 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വികസനമാണ് LDF മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധം എന്നുള്ളത്. മറ്റൊന്നും നമുക്കറിയാം, UDF ഇപ്പോൾ വർഗീയവൽക്കരിക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തുന്നൊരു ഘട്ടത്തിൽ അത് ഇവിടെ കൃത്യമായ വികസനത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 പിണറായി സർക്കാരുകൾ നടപ്പിലാക്കിയ വികസനങ്ങൾ, അതിൻ്റെ തുടർച്ച ഉണ്ടാകണമെങ്കിൽ നിലമ്പൂരിലെ ജനത അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി സ്വരാജിനെ വിജയിപ്പിക്കും എന്നുള്ളതാണ് LDFന്റെ പ്രതീക്ഷ. LDF പറയുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും വളരെ സജീവമായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോവുകയാണ്. സിന്ധൂരി, അതെ, പി വി കുട്ടൻ പറഞ്ഞപോലെ തന്നെ ഇത്തരത്തിൽ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് LDF കാഴ്ചവെക്കുന്നത്. ഉദാഹരണ സഹിതം ചുറ്റുവട്ടത്തുള്ള വികസന മുഖങ്ങൾ എടുത്തു കാട്ടിയാണ് എം സ്വരാജിന്റെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം. എന്നാൽ UDF അവിടെ ഉന്നയിക്കുന്നത് പല ആരോപണങ്ങളും വ്യാജമായി തെളിയുകയാണ്. ആ വ്യാജ ആരോപണങ്ങളാണെന്നുള്ളതിന്റെ തെളിവുകൾ കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ അവിടെ കാണുന്നത്, അല്ലേ?
തീർച്ചയായും ഇവിടെ പലതരത്തിലുള്ള, അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് എം സ്വരാജ് സ്ഥാനാർത്ഥിയെ വന്നതോടുകൂടി തന്നെ LDFന്റെ ഒരു അപ്പർ ഹാൻഡ്, LDFന്റെ മേൽക്കോയ്മ ഇവിടെ ഈ മണ്ഡലത്തിൽ പ്രകടമായി. കാരണം സ്വരാജിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രകടനങ്ങൾക്കകത്തൊക്കെ 10,000 പങ്കെടുക്കുന്നു. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ, ഇവിടെ നഗരം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, എല്ലാം ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളൊക്കെയാണ്. അവിടങ്ങളിലൊക്കെ യാതൊരു ആഹ്വാനവും ഇല്ലാതെ തന്നെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ 1000 അണിനിരക്കുന്ന റാലികൾ നടക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ് സ്വരാജിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള റോഡ് ഷോ. ഈ നിലമ്പൂർ ഇതുവരെ കാണാത്ത അത്രയും വലിയ ജനസഞ്ചയം ഉണ്ടാകുന്നു. UDF ആകട്ടെ, UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ സ്വരാജ് വന്നതോടുകൂടി സ്വരാജിന്റെ ഒരു ക്ലീൻ ഇമേജ്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ക്ലീൻ ഇമേജ് ഉള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാവാണ് എം സ്വരാജ്. അദ്ദേഹം നിലമ്പൂരുകാരൻ തന്നെയാണ്. ഇവിടെ പഠിച്ച് ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായി സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന നേതാവാണ്. ഈ നാട്ടിൽ വലിയ ബന്ധങ്ങളുള്ള നേതാവാണ് എം സ്വരാജ്. അപ്പോൾ സ്വരാജ് വരുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചിത്രം തന്നെ മാറുകയാണ്. സംസ്ഥാന തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി മണ്ഡലത്തിൽ വരുന്നു. LDFന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തുണ്ടാവുന്നു. നിരവധിയായ പുതിയ ആൾക്കാർ ഉൾപ്പെടെ, യുവജനങ്ങൾ ഉൾപ്പെടെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്തോടുകൂടി ഈ LDFന്റെ ഭാഗമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും UDFന് നേരത്തെ ഉണ്ടായ ആത്മവിശ്വാസം പതിയെ താഴേക്ക് പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകൾ, ജനങ്ങളെ വർഗീയപരമായി ചേരിതിരിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഉൾപ്പെടെ UDFന്റെ നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നു. നേരത്തെ വിജയരാഘവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, VD സതീശൻ നടത്തിയ പ്രസ്താവനകൾ അത് വളരെ ആപൽക്കരമായ പ്രസ്താവനകളാണ്. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, സ്വാഭാവികമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ അവിടെ ഇതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ നടത്തുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം വിജയരാഘവൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിവാദപരമായ പ്രസ്താവനകൾ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും മറ്റൊന്നും പറയാനില്ലാത്തൊരു ഘട്ടത്തിൽ, പകച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളെ ഏത് തരത്തിൽ ഭിന്നിപ്പിക്കാം, അങ്ങനെ വോട്ട് നേടാം എന്നുള്ളൊരു തന്ത്രങ്ങളൊക്കെ UDF പയറ്റുന്നുണ്ട്. അതൊക്കെ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അദ്ദേഹം വന്നതോടുകൂടി തന്നെ ഇവിടെ ഒരു വലിയ മേൽക്കോയ്മ LDFന് വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സ്വരാജ് വന്നപ്പോൾ തന്നെ സ്വരാജ് ഈ ദുരന്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ എത്തിയില്ല, കവളപ്പാറയിൽ എത്തിയിരുന്നില്ല എന്ന തരത്തിലുള്ള വളരെ സത്യവിരുദ്ധമായ പ്രസ്താവനകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അത് അപ്പോൾ തന്നെ തെളിവുകൾ സഹിതം അതിന്റെ മറുപടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഏത് തരത്തിലുള്ള വ്യാജ വാർത്തകൾ വന്നാലും, കള്ളപ്രചരണങ്ങൾ നടത്തിയാലും അതൊക്കെ ഈ പുതിയ കാലത്ത് അതൊക്കെ പൂർണ്ണമായും പൊളിയും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയായിരുന്നു അത്തരം വാർത്തകളൊക്കെ. ശരി, വ്യക്തമാണ്. PV കുട്ടൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചൂട് അതികഠിനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ മാസം 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി അവിടെ എത്തുന്നത്. അതോടുകൂടി നിലമ്പൂരിന്റെ ആവേശം പരകോടിയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്.